ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരി പത്തിരി അഥവാ നൈസ് പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് വറുത്ത അരിപ്പൊടി, 1.5 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു നുള്ള് പഞ്ചസാര. അപ്പോൾ ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അതേ സെയിം കപ്പിൽ തന്നെയാണ് ഞാനിവിടെ അരിപ്പൊടിയും അളന്നെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്തിരി പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതിനുശേഷം വെള്ളം ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അരിപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് കൂടെ തന്നെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുകയും വേണം. അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം നന്നായി അബ്സോർബ് ചെയ്യണം. അതുവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ട് ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കൈകൊണ്ട് കുഴച്ചെടുക്കുന്നത്. നല്ല ചൂടാണ്, കൈ പൊള്ളാതെ സൂക്ഷിക്കണം. നമുക്ക് നന്നായിട്ട് ഈ മാവ് കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് മാവ് ആകത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫൈൻ ബോൾസ് ആയിട്ട് ഇതിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പുറത്തുനിന്ന് മേടിച്ച അരിപ്പൊടിയാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന വെള്ളത്തിലൊക്കെ വ്യത്യാസമുണ്ടാവും. നമുക്ക് നന്നായിട്ട് ഈ മാവ് കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് മാവ് ആകത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫൈൻ ബോൾസ് ആയിട്ട് ഇതിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ മാവ് നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഫൈൻ ബോൾസ് ആക്കി എടുക്കണം. ക്രാക്സ് ഒന്നും ഇല്ലാതെ വേണം നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ. ഇത്തിരി വലിയ ബോൾസ് ആക്കിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസ് എല്ലാം നന്നായിട്ട് പരത്തിയെടുക്കണം. അതിന് മുന്നേ ഞാനിവിടെ ഒരു ബൗളിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പരത്തുന്നതിന് മുന്നേ പരത്തുന്ന ഉപയോഗിക്കുന്ന പലകയിൽ നമ്മൾ കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കണം. മാവ് പലകയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി വിതറി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ ബോൾസും നമ്മൾ അരിപ്പൊടിയിൽ ഒന്ന് മുക്കിയെടുക്കണം. പരത്തുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കാൻ. ഞാനിപ്പോൾ മൊത്തം പരത്തുന്നില്ല. അതിന് മുന്നേ കുറച്ച് പരത്തിയതിന് ശേഷം ഒരു ബൗൾ ഉപയോഗിച്ച് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നമ്മുടെ റോളർ ഉപയോഗിച്ച് ഒന്ന് കട്ടി കുറച്ച് പരത്തിയെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്ന മാവും നമുക്കിതുപോലെ ബോൾസ് ആക്കി പരത്തിയെടുക്കാൻ പറ്റും.
എല്ലാ ബോൾസും ഞാനിപ്പോൾ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് പാൻ ചൂടാകാൻ വെച്ചിരിക്കുന്നത്. പാൻ ചൂടായ ശേഷം നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. ആദ്യത്തെ സൈഡ് പൊള്ളാൻ ഒരു 10-20 സെക്കൻഡെങ്കിലും എടുക്കും. അതിനുശേഷം നമ്മൾ ഇതിനെ മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്ത ശേഷം മറിച്ചിട്ട സൈഡിൽ ചെറുതായിട്ട് ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോഴത്തേക്കും നമുക്ക് ഒന്നും കൂടി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പത്തിരി നന്നായിട്ട് പൊങ്ങി വരും. അപ്പം നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത പത്തിരി ഇട്ട് കൊടുക്കും മുന്നേ നമുക്ക് പാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. കിച്ചൺ ടവലോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ ചുട്ട പത്തിരിയുടെ പൊടി നമ്മുടെ പാനിലുണ്ടായിരിക്കും. അത് നമ്മൾ പുതിയതായിട്ട് ഇടുന്ന പത്തിരിയിൽ കറുത്ത സ്പോട്ടുകൾ ഉണ്ടാക്കും. ചിലപ്പോൾ പത്തിരി കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പത്തിരിയെല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പത്തിരിയാണ്. നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര സോഫ്റ്റ് ആണെന്ന്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്